കാറ്റും കോളും വകവയ്ക്കാതെ കടലിൽ വലയെറിഞ്ഞ് കടലിനോട് പൊരുതുന്ന മത്സ്യത്തൊഴിലാളികളുള്ള കടപ്പുറം ഗ്രാമപഞ്ചായത്ത്. കിഴക്ക് കനോലി കനാലും പടിഞ്ഞാറ് അറബിക്കടലും വടക്ക് ചാവക്കാട് നഗരസഭയും തെക്ക് ചേറ്റുവാ പുഴയും അതിരു പങ്കിടുന്ന കടപ്പുറം ഗ്രാമപഞ്ചായത്തിൽ തുടർഭരണം സാധ്യമാണോ? പടിഞ്ഞാറ് അറബിക്കടലും തെക്ക് ചേറ്റുവ പുഴയും കിഴക്ക് കനോലി കനാലും വടക്ക് ചാവക്കാട് നഗരസഭയും അതിരിടുന്ന കടപ്പുറം പഞ്ചായത്ത് 1967 നിലവിൽ വന്നത്. വിസ്തീർണം 9.87 ചതുരശ്ര കിലോമീറ്റർ, 29,000 ജനസംഖ്യ. ഗൾഫ് പണത്തിന്റെ സ്വാധീനമുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഇനിയുമേറെ മുന്നേറാനുണ്ട്. പഞ്ചായത്ത് രൂപീകൃതമായതു മുതൽ UDF ആണ് ഭരണം നടത്തുന്നത്. നിലവിൽ 16 വാർഡുകളുള്ള പഞ്ചായത്തിൽ UDF 10, LDF 4, BJP 2 എന്നിങ്ങനെയാണ് കക്ഷിനില. ആദ്യം മുസ്ലിം ലീഗിലെ ഹസീന താജുദ്ദീൻ പ്രസിഡന്റായി. പിന്നീട് ലീഗിലെ ധാരണപ്രകാരം സ്വാലിഹ ഷൗക്കത്ത് അധ്യക്ഷ സ്ഥാനത്തെത്തി. 5 വർഷം കൊണ്ട് നാടിന്റെ സമഗ്ര വികസനം സാധ്യമാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് ഭരണ നേതൃത്വം അവകാശപ്പെടുന്നു. ശുദ്ധജല വിതരണ രംഗത്ത് പ്രത്യേക ശ്രദ്ധയൂന്നി. പഞ്ചായത്തിലെ മുഴുവൻ അംഗനവാടികൾക്കും സ്വന്തമായി സ്ഥലം ലഭ്യമാക്കി. ഇരട്ടപ്പുഴ സ്കൂളിൽ പുതിയ കെട്ടിടത്തിൽ പഠനം ആരംഭിക്കാൻ കഴിഞ്ഞു. എല്ലാ വഴികളിലും തെരുവ് വിളക്കുകൾ. മാലിന്യ സംസ്കരണ രംഗത്തെ പുരോഗതി, റോഡ് വികസനം, കാർഷിക മൃഗസംരക്ഷണ മേഖലയിലെ നൂതന സംരംഭങ്ങൾ എന്നിവയും നേട്ടപ്പട്ടികയിലുണ്ട്. കടപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ വികസന കാഴ്ചപ്പാടിൽ നമ്മൾ ഒരു ഫണ്ടും നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടില്ല. നമ്മൾ MP-യുടെയും MLA-യുടെയും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെയും ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സമഗ്ര വികസനമാണ് നമ്മൾ കടപ്പുറം പഞ്ചായത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. വനിതാ ജിംനേഷ്യം, ഓപ്പൺ ജിം, കുട്ടികളുടെ പാർക്ക് തുടങ്ങിയവ നിർമ്മിച്ചു. വിനോദസഞ്ചാര രംഗത്ത് ഉണർവ് നൽകാൻ സംഘടിപ്പിച്ച തീരോത്സവം ജനകീയമായി. ലൈഫ് പദ്ധതി ലക്ഷ്യം കൈവരിച്ചു. പഞ്ചായത്തിലെ കുടുംബശ്രീ CDS-ന് ലഭിച്ച ISO അംഗീകാരവും നേട്ടപ്പട്ടികയിൽ ഭരണ നേതൃത്വം എടുത്തു പറയുന്നു. യുവജനങ്ങളുടെ പ്രധാന ആവശ്യമായിരുന്നു ഒരു കളിസ്ഥലം. അത് ഭരണസമിതി മുഖവിലക്കെടുക്കുകയും അത് മുൻനിർത്തിക്കൊണ്ട് തന്നെ 50 ലക്ഷം രൂപ വകയിരുത്തി നമ്മളൊരു സ്ഥലം അതിൻ്റെ ആദ്യഘട്ട നടപടികൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയോട് പഞ്ചായത്ത് വേണ്ട രീതിയിൽ സഹകരിച്ചില്ലെന്ന് LDF കുറ്റപ്പെടുത്തുന്നു. സ്ഥലം നൽകാൻ സർക്കാർ തയ്യാറായിട്ടും പഞ്ചായത്ത് ബഡ് സ്കൂൾ നിർമ്മാണത്തിന് മുൻകൈ എടുത്തില്ലെന്നാണ് മറ്റൊരു ആരോപണം. ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട് ഇവിടെ. അവർ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മറ്റ് പഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ്. സർക്കാർ ഫണ്ട് നൽകിയിട്ടും അതിന് യാതൊരു താല്പര്യവും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നില്ല. പുതിയ കുടിവെള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിഞ്ഞില്ല. കളിസ്ഥലവും ബസ് സ്റ്റാൻഡും പ്രഖ്യാപനത്തിലൊതുങ്ങി. മത്സ്യത്തൊഴിലാളി മേഖലയെയും പട്ടികജാതി കേന്ദ്രങ്ങളെയും അവഗണിക്കുന്നു. തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ പദ്ധതികളില്ല. ഇങ്ങനെ നീളുന്നു ആരോപണങ്ങൾ. കഴിഞ്ഞ കാലയളവുകളിൽ പ്രകടന പത്രികയിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. അതൊന്നും യാഥാർത്ഥ്യമാക്കാൻ പറ്റാത്തൊരു ഭരണസമിതി തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ജൽജീവൻ പദ്ധതി, തൊഴിലുറപ്പ് പദ്ധതി എന്നിവയോട് മുഖം തിരിക്കുന്ന സമീപനമാണ് പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചതെന്ന് BJP ആരോപിക്കുന്നു. തീരദേശ മേഖലയിലെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായില്ല. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആശുപത്രി സൗകര്യമില്ല തുടങ്ങിയ ആരോപണങ്ങളും BJP ഉയർത്തുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയായുള്ള ജലജീവൻ മിഷന് എല്ലാ വാർഡുകളിലൊന്നും കുടിവെള്ളം എത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. റോഡുകൾ മുഴുവനും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ മുഴുവൻ വികസനം മുരടിപ്പെന്ന് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ. പുനർവിഭജനത്തെ തുടർന്ന് 2 വാർഡ് കൂടിയ കടപ്പുറം പഞ്ചായത്തിൽ ഇത്തവണ 18 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ജില്ലയിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രമായ മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്ന കടപ്പുറം ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്ത് രൂപീകൃതമായതു മുതൽ മുസ്ലിം ലീഗ് ഭരണം കൈയാളുന്ന ഇവിടെ ഭരണചരിത്രം വഴിമാറും. കാത്തിരുന്ന് കാണാം.